മുഖ്യമന്ത്രി പദത്തിൽ നേതാക്കളെ ചൊല്ലി സംസ്ഥാനത്തെ പ്രതിഷേധങ്ങൾ ആസൂത്രിതമെന്ന് ചില മുതിർന്ന നേതാക്കൾ. ഇത് ജനകീയ പ്രതിഷേധങ്ങളല്ലെന്ന് നേതാക്കൾ രാഹുൽ ഗാന്ധിയെ അറിയിച്ചു. ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കുക മാത്രമായിരുന്നു ലക്ഷ്യമെന്നും ഈ നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. വിനീത വിജിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. വിനീത, ഇതിപ്പോൾ ഒരു സംഘത്തെ മാത്രം എന്ന് പറയാനാകില്ല, അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ എന്ന് മാത്രം പറയാനാകില്ല. കാരണം മുഖ്യമന്ത്രി പദത്തിൽ നേതാക്കളെ ചൊല്ലി സംസ്ഥാനത്തെ പ്രതിഷേധങ്ങൾ അത് ആസൂത്രിതമെന്ന് പറയുമ്പോൾ അപ്പോഴാ കുന്തമന ആരിലേക്കാണ് നീളുന്നത്? ഇതൊക്കെ ആസൂത്രിതമായി ആര് നടത്തിയെന്നാണ് ഈ നേതാക്കൾ അറിയിക്കുന്നത്? പ്രവിത, ക്രിസ്tina, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ജൻപത് 10 വസതിയിലായിരുന്നു ഇന്ന് പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകൾ നടന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ മുൻപ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട കൂടിക്കാഴ്ചകൾ പോലെ മണിക്കൂറുകളായി ഒന്നും തന്നെ നീണ്ടിട്ടുണ്ടായിരുന്നില്ല. ഏറ്റവും ഒരു മാക്സിമം 15 മിനിറ്റ് എന്ന നിലയിലാണ് ഓരോ നേതാക്കളെയും കണ്ടത്. ഈ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ഏറ്റവും പ്രധാനമായും രാഹുൽ ഗാന്ധി ചോദിച്ചറിഞ്ഞത് ഈ കേരളത്തിലുണ്ടായ പ്രതിഷേധങ്ങളും ഒപ്പം തന്നെ ഈ പ്രകടനങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടിയായിരുന്നു. അതിൽ ചില മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചിരിക്കുന്നത് ഈ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ഇതൊരു പൊതുവായി ഒരു ജനവികാരമല്ല എന്ന തരത്തിലാണ് അറിയിച്ചിരിക്കുന്നത്. ഇത് ആസൂത്രിതമായിട്ടുണ്ടായ ഒരു പ്രതിഷേധമാണെന്നാണ് നേതാക്കൾ അറിയിച്ചതായിട്ടുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അതിനൊരു ഉദാഹരണം എന്ന നിലയിൽ അവർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഈ പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് ഉണ്ടാകുന്നു, ഈ പ്രകടനങ്ങൾ ഒരു ഭാഗത്ത് ഉണ്ടാകുന്നു. പക്ഷേ ഈ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം വന്നതിന് പിന്നാലെ സ്വിച്ച് ഇട്ടതുപോലെ ആ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഒക്കെ തന്നെ അങ്ങ് നിന്നു പോവുകയാണ്. അതൊരു ജനവികാരമാണ് എങ്കിൽ അത് അത്ര പെട്ടെന്ന് അങ്ങനെ നിൽക്കില്ലല്ലോ എന്നുള്ളതാണ് നേതാക്കൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ചില നേതാക്കളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങൾ ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പ്രധാനമായും ഈ ഓരോ നേതാക്കളുടെയും അഭിപ്രായങ്ങൾ ആരാഞ്ഞു. ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഇതിന് പുറമെയാണ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഓരോ നേതാക്കളോടും ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, അതായത് ഈ പ്രതിഷേധവും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ പ്രകടനവും ഒക്കെയായി ജനകീയ പ്രതിഷേധങ്ങളല്ല ഈ ഉണ്ടായ പ്രതിഷേധങ്ങൾ എന്നാണ് നേതാക്കൾ അറിയിച്ചത്. ഒരു വിഭാഗം നേതാക്കളാണ് ഇത്തരമൊരു അഭിപ്രായം അറിയിച്ചിട്ടുള്ളത്. പ്രതിഷേധങ്ങൾ സ്വിച്ചിട്ടതുപോലെ നിന്നത് തന്നെ ഇതിന്റെ തെളിവാണ് എന്നാണ് ഇവർ അറിയിച്ചിട്ടുള്ളത്. ഒരു വിഭാഗം ആസൂത്രിതമായി ഈ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും സംഘടിപ്പിക്കുകയാണ് ചെയ്തതെന്നും ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ടെന്ന വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഏതാണെങ്കിലും ഇപ്പോൾ രാവിലെ ഉണ്ടായ ആ കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുകയാണ്. അത് KPCC മുൻ അധ്യക്ഷന്മാർ, ഒപ്പം തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാർ, മുതിർന്ന നേതാക്കൾ, K മുരളീധരനെ പോലുള്ള മുതിർന്ന നേതാക്കളൊക്കെ എത്തി അവരുമായി നേതൃത്വം കൂടിക്കാഴ്ച നടത്തി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്ന ഒരു മാക്സിമം 15 മിനിറ്റിനപ്പുറം ഓരോ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച നീണ്ടു നിന്നില്ല. അതിനുള്ളിൽ ആ കൂടിക്കാഴ്ചകൾ അവസാനിപ്പിച്ച് നേതാക്കൾ മടങ്ങുകയാണ്. ഇനി VM സുധീരനുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ചയാണ് ഉള്ളത്. അദ്ദേഹം ഉച്ചയോടുകൂടിയായിരിക്കും ഡൽഹിയിലേക്ക് എത്തുക. ഒരു 3-3:30 ശേഷമായിരിക്കും അദ്ദേഹവുമായുള്ളൊരു കൂടിക്കാഴ്ച ഉണ്ടാവുക. അതിനുശേഷം ACC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്ന് ചാർട്ടേഡ് വിമാനത്തിൽ ഡൽഹിയിലേക്ക് മടങ്ങിയെത്തും. ശേഷം രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി അന്തിമ തീരുമാനത്തിലേക്ക് എത്തും. ഇന്ന് രാത്രി 7 മണിക്ക് ശേഷം ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.